ഇന്ന് നമുക്ക് ശിവ കാർത്തികേയൻ കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്ന മദ്രാസി എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കും മുമ്പ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. സിനിമ തുടങ്ങുമ്പോൾ കാണിക്കുന്നത് തമിഴ്നാട്ടിലേക്ക് കണ്ടെയ്നറുകൾ നിറയെ തോക്കൊക്കെ എത്തുന്നതാണ്. ഇതിന് പിന്നില് ഒരു വലിയ സംഘം തന്നെയുണ്ട്. അവരുടെ ലക്ഷ്യം എന്തെന്നാൽ സാധാരണ ആളുകളുടെയൊക്കെ കയ്യിൽ വാളും കത്തിയുമൊക്കെ ഉള്ളതുപോലെ തന്നെ എല്ലാവരുടെയും കയ്യിൽ സുലഭമായിട്ട് തോക്കെത്തണം. എന്നിട്ട് എന്താവശ്യത്തിനും അവർ വാളെടുത്ത് ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഈ തോക്കൊക്കെ എടുത്ത് ഉപയോഗിക്കുക. അത് തന്നെയായിരുന്നു അവരുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് അവർ തമിഴ്നാട്ടിലേക്ക് തോക്ക് സപ്ലൈ ചെയ്യുന്നതും. എന്നാൽ ഈ ഒരു കാര്യം NIA അറിയിക്കുകയാണ്. NIA ടീമിന്റെ ഹെഡായിരുന്നു പ്രേംനാഥ്. പ്രേംനാഥിനൊരു മകനുണ്ട്. മകന്റെ പേരാണ് സന്ദീപ്. അങ്ങനെ പ്രേംനാഥ് തന്റെ ടീമിനോട് പറയുന്നുണ്ട്, എത്രയും വേഗം ഇവരെ പിടികൂടണം, ഇവരുടെ ഈ ഒരു ആഗ്രഹം ഒരിക്കലും നടക്കാൻ സമ്മതിക്കരുത് എന്ന് പറഞ്ഞ് പ്രേംനാഥും ഒരു ടീമും കൂടി അവരെ പിടികൂടുവാനായി പോകുന്നു. അങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടെയ്നറുകളെല്ലാം NIA ടീം പിടികൂടുകയായിരുന്നു. അവിടെ വെച്ച് ഒരു വലിയ ഫൈറ്റ് തന്നെ നടക്കും. കാരണം ആ കണ്ടെയ്നറുമായി വന്ന സംഘമില്ലേ, അവരുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അവരാണെങ്കിലോ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുമായിരുന്നു. അതുകൊണ്ട് തന്നെ NIA ടീം ഒരുപാട് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. അവസാനം അവരെ കീഴ്പ്പെടുത്തുമെന്നായപ്പോൾ തന്നെ ഈ സംഘത്തിന്റെ എല്ലാം തലവനായിട്ടുള്ള വിരാട് അവിടേക്ക് വരുന്നു. വിരാട്ടാണ് കഥയിലെ വില്ലൻ. വിരാടിനൊപ്പം അവന്റെ ഏറ്റവും ഉറ്റ സുഹൃത്തായിട്ടുള്ള ചിരാഗും ഉണ്ടായിരുന്നു. ചിരാഗും വിരാട്ടും ചേർന്നുകൊണ്ട് NIA ടീമിനെ ഒരുപാട് അങ്ങ് അടിച്ച് തകർക്കും. അതോടുകൂടി പ്രേംനാഥൊക്കെ അവശരായി പോവുകയായിരുന്നു. ചിരാഗ് കൃത്യമായിട്ട് ആ ഒരു കണ്ടെയ്നർ എത്തേണ്ട സ്ഥലത്ത് എത്തിക്കുവാനായി നോക്കുന്ന സമയത്ത് അവരെ ഫോളോ ചെയ്ത് പ്രേംനാഥും കാറിൽ പോകുന്നു. എന്നാൽ കാർ ആക്സിഡന്റ് ആകുന്നത് മൂലം പ്രേംനാഥിന് ഗുരുതരമായി പരിക്ക് പറ്റുകയായിരുന്നു. അങ്ങനെ പ്രേംനാഥിനെയും പരിക്ക് പറ്റിയ ബാക്കി NIA ടീമിനെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയം മറ്റൊരു വശത്ത് കഥാനായകനായ രഘുവിനെ കാണിക്കുന്നു. രഘു ആണെങ്കിലോ ബ്രേക്കപ്പ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും മരിക്കണം മരിക്കണം എന്ന് പറഞ്ഞാണ് നടക്കുന്നതും. അതറിയാവുന്ന നാട്ടുകാർ ചോദിക്കുന്നത്, നീ എന്നും പറഞ്ഞു നടക്കുന്നതേ ഉള്ളോ, ഇപ്പോഴൊന്നും ഒന്നും ചെയ്യത്തില്ലേ എന്നാണ്. അത് കാരണം രഘുവിനാണെങ്കിൽ വല്ലാത്ത ഡിപ്രഷൻ. നാട്ടുകാരൊക്കെ ചോദിക്കുകയല്ലേ, ഇനി മരിച്ചില്ലെങ്കിൽ ശരിയാകില്ല എന്ന് ചിന്തിച്ച് ഉടനെ തന്നെ രഘു ആണെങ്കിലോ പാലത്തിന് മുകളിൽ നിന്നും താഴേക്ക് ചാടുന്നു. എന്നാൽ ചെറിയ പരിക്കുകളോടുകൂടി രഘു രക്ഷപ്പെടും. രഘുവിനെ അതുവഴി വരുന്ന ആംബുലൻസ് ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോവുകയാണ്. അതേ ആംബുലൻസിൽ തന്നെയായിരുന്നു NIA ടീമും ഉണ്ടായിരുന്നത്. എല്ലാവരെയും ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന സമയത്ത് പ്രേംനാഥിനടുത്ത ബെഡിൽ തന്നെയാണ് രഘുവും കിടക്കുന്നത്. രഘുവിനാണെങ്കിലോ ബോധം വരുമ്പോഴത്രയും എനിക്ക് മരിക്കണം മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. മാത്രമല്ല രക്തം വാർന്ന് വല്ലാതെ സീരിയസ് ആയി കിടക്കുന്ന പ്രേംനാഥിനടുത്തെത്തിയിട്ട് രഘു തന്റെ ലവ് ഫെയിലിയർ ഒക്കെ പറയുന്നു. തന്റെ കാമുകി തന്നെ തേച്ചിട്ട് പോയെന്നും എന്നൊക്കെ പറഞ്ഞ് വല്ലാതെ കരഞ്ഞു മെഴുകുകയാണ്. പക്ഷേ അതൊന്നും കാണുവാനായിട്ട് പ്രേംനാഥിന് പറ്റുന്നില്ലല്ലോ. പ്രേംനാഥും അവശ നിലയിൽ കിടക്കുന്നു. എന്നിട്ട് പോലും തനിക്ക് എപ്പോഴും മരിക്കണം മരിക്കണം എന്ന് തന്നെയാണ് രഘു പറയുന്നതും. പല തവണയായിട്ട് ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മരിക്കുവാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. പക്ഷെ അതും ഫെയിലായി പോവുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് ചിരാഗും വിരാട്ടും ചേർന്ന് ആ കണ്ടെയ്നറുകളെല്ലാം കൃത്യമായിട്ട് അവരുടെ ഗോഡൌണിൽ എത്തിക്കുന്നു. അതൊരു ഗ്യാസ് ഫാക്ടറിയുടെ ഗോഡൌൺ ആയിരുന്നു. എന്നാൽ ഇവർക്കിടയിൽ പോലീസിൽ നിന്നും 2 പേരുണ്ട് സ്പൈ ആയിട്ട്. അവരാണ് കൃത്യമായിട്ടുള്ള വിവരം ഈ കണ്ടെയ്നർ വരുന്ന കാര്യമൊക്കെ NIA ടീമിനെ അറിയിച്ചതും. ഗ്യാസ് ഫാക്ടറിയുടെ ഗോഡൌണിലേക്കാണ് കണ്ടെയ്നർ കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യം സ്പൈ ആയിട്ട് നിൽക്കുന്നവർക്ക് അറിയാമല്ലോ. പക്ഷേ എന്തു തന്നെയായാലും ഒരു ഉദ്യോഗസ്ഥന്മാർക്കും അതിനുള്ളിലേക്ക് പ്രവേശിക്കുവാനായും കഴിയത്തില്ല. അത്രയ്ക്കും പിടിപാടുള്ള ഒരാളിന്റെ കൺട്രോളിൽ വരുന്നതാണ് ആ ഒരു ഗ്യാസ് ഫാക്ടറിയുടെ ഗോഡൌണും. അതുകൊണ്ട് തന്നെ അവിടേക്ക് കയറണമെങ്കിൽ വാറണ്ട് ഉണ്ടായിരിക്കണം. എന്നാൽ ഈ NIA ടീമും സ്പൈയും എല്ലാം തീരുമാനിക്കുന്നത് ഈ തോക്ക് എന്തായാലും തമിഴ്നാട്ടിൽ സപ്ലൈ ചെയ്യുവാനായിട്ട് പാടില്ല. അതിനു മുൻപ് തന്നെ അത് നശിപ്പിക്കണം. ഗണ്ണെല്ലാം നശിപ്പിക്കുവാനായിട്ട് ഒരേ ഒരു വഴി ആ ഒരു ഗോഡൌണിനുള്ളിലേക്ക് പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന ഗ്യാസിനെല്ലാം തീപിടുത്തം ഉണ്ടാക്കണം. ഗ്യാസ് പൊട്ടിത്തെറിച്ച് അതിനൊപ്പം ഈ തോക്കുകളെല്ലാം നശിച്ചു പോവുക. അത് തന്നെയായിരുന്നു NIA ടീമിന്റെ പ്ലാൻ. എന്നാൽ ആര് പോകും എന്നുള്ളൊരു ചോദ്യം വന്നു. കാരണം അതിനുള്ളിലേക്ക് കടക്കുന്നവരാരും തന്നെ ജീവനോട് തിരികെ വരത്തില്ല. ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാവേറാവുക. അതുപോലെ തന്നെയാണ് ഈ ഒരു പ്ലാനും ചെയ്യുന്നത്. ഗ്യാസ് ഫാക്ടറിക്കുള്ളിലേക്ക് കടക്കുന്നവരാരും തന്നെ ജീവനോട് തിരികെ വരത്തില്ല. കാരണം ആ ഒരു ഗ്യാസ് ഫാക്ടറി നശിപ്പിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരാൾ മരണപ്പെടും. ആ ഒരു കാര്യം 2 സ്പൈകൾക്കും അറിയാം. എന്നാൽ അതിലൊരാളാണെങ്കിൽ തന്റെ നാടിന് വേണ്ടിയിട്ട് താൻ പോകാൻ തയ്യാറാണെന്ന് പറയുന്നു. ഒരുപാട് പേർ ഈ ഒരു കണ്ടെയ്നർ പിടികൂടുന്ന കാര്യത്തില് പരിക്ക് പറ്റുകയും ഒരുപാട് അപകടങ്ങളൊക്കെ സംഭവിച്ചു. അതുകൊണ്ട് തന്നെ തന്റെ ബാക്കിയുള്ള ഉദ്യോഗസ്ഥരെയും വിട്ടുകൊടുക്കുവാനായിട്ട് പ്രേംനാഥൊന്നും തയ്യാറാകുന്നില്ല.
അതേ സമയമായിരുന്നു അടുത്ത ബെഡിൽ കിടക്കുന്ന നമ്മുടെ നായകനായിട്ടുള്ള രഘു ഉണ്ടല്ലോ, അവൻ എപ്പോഴും തന്നെ മരിക്കണം മരിക്കണം എന്ന് പറയുന്നതെല്ലാം ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് തന്നെ രഘുവിനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടാലോ എന്നവർ ചിന്തിക്കുന്നു. രഘുവിനോട് അവർ ആ കാര്യം പറയുകയാണ്. അപ്പോൾ രഘു പറയുന്നത് എന്തായാലും അവന് മരിക്കണം, രാജ്യത്തിന് വേണ്ടിയിട്ട് മരിച്ചു എന്നുള്ള കാര്യത്തിന് അവന് അഭിമാനം തന്നെയായിരുന്നു, അതുകൊണ്ട് തന്നെ അവിടെ പോയി മരിക്കാൻ താൻ തയ്യാറാണ് എന്നുള്ള കാര്യവും രഘു പറയുന്നു. അങ്ങനെ ഉദ്യോഗസ്ഥരാണെങ്കിലും രഘുവിനെ അവിടേക്ക് പറഞ്ഞു വിടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. അവന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും എല്ലാം തയ്യാറാക്കും. അതേസമയം തന്നെ ഈ ഉദ്യോഗസ്ഥർക്കാർക്കും രഘുവിന്റെ ബാക്ക്ഗ്രൗണ്ടും അറിയത്തില്ലല്ലോ. ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഉദ്യോഗസ്ഥരെയും ഏർപ്പാടാക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് കണ്ടെയ്നറിന്റെ കാര്യം കൃത്യമായിട്ട് NIA ഉദ്യോഗസ്ഥർ എങ്ങനെ അറിഞ്ഞു? തങ്ങളുടെ കൂട്ടത്തിൽ ഉദ്യോഗസ്ഥരുടെ സ്പൈ വല്ലതുമുണ്ടോ എന്ന സംശയം വിരാട്ടിനുണ്ടാകുന്നു. അങ്ങനെ വിരാട്ടാണെങ്കിൽ തന്റെ കൂട്ടാളികളോട് ചോദിക്കുന്നുണ്ട്, ഇതിൽ NIA ഉദ്യോഗസ്ഥരുടെ സ്പൈ ആരെങ്കിലും ഉണ്ടെങ്കിൽ പുറത്തേക്ക് വരണം, ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് ഇതിലും വലുതായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ വിരാട്ട് വിരട്ടുന്നു. എന്നാൽ അത് കേട്ടുകൊണ്ടെന്ന് സ്പൈ ആയ ഉദ്യോഗസ്ഥനാണെങ്കിൽ മുന്നോട്ട് വന്നിട്ട് ഞാനാണ് സ്പൈ എന്ന് പറഞ്ഞ് തന്റെ കൂടെയുള്ള ഒരു കൂട്ടാളിയെ കൂടി കാണിച്ചു കൊടുക്കുന്നു. മറ്റൊന്നും ചോദിച്ചില്ല. വിരാട്ടാണെങ്കിൽ രണ്ടുപേരെയും അങ്ങ് വെടിവെച്ച് കൊല്ലും. സത്യത്തിൽ ആ ഒരു ഉദ്യോഗസ്ഥൻ കാണിച്ചു കൊടുത്തില്ലേ മറ്റൊരാളിനെ, അത് യഥാർത്ഥത്തിൽ വിരാട്ടിന്റെ കൂട്ടാളി തന്നെയാണ്. അയാൾ സ്പൈ ഒന്നുമല്ല, തന്റെ കൂട്ടുകാരനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്തതും. ഗണ്ണ് സപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെങ്കിലും തഴയണമെന്നായിരുന്നു മരണപ്പെട്ട ഉദ്യോഗസ്ഥന്റെ ഉദ്ദേശവും. ഈ വിരാട്ടും കൂട്ടരും ചേർന്ന് 5 തോക്ക് തമിഴ്നാട്ടിലുള്ള കുറച്ചു പേർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. അതോടുകൂടി വാളെടുത്തുകൊണ്ടിരുന്നവർ ദേ ഇപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് തോക്കെടുക്കുന്നു. അങ്ങനെയാകുമ്പോൾ തോക്കിന്റെ ഡിമാൻഡ് കൂടും. ഫ്രീ ആയിട്ടല്ലേ ഇപ്പോൾ കൊടുത്തത്, സാധാരണക്കാരുടെ കൈവശവും തോക്ക് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഡിമാൻഡ് കൂടി കഴിഞ്ഞാൽ അവരുടെ സപ്ലൈയും കൂടുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവരങ്ങനെ ചെയ്തതും. അതേസമയം തന്നെയായിരുന്നു തന്റെ അച്ഛന്റെ കൈവശം തോക്കിരിക്കുന്നത് കാണുന്ന മകനാണെങ്കിലോ ഒരു ദിവസം നോക്കിയപ്പോൾ തോക്കുമെടുത്ത് സ്കൂളിലേക്ക് പോകുന്നു. അവനെ സ്ഥിരമായിട്ട് ബുള്ളി ചെയ്യുന്ന കുറച്ച് കുട്ടികൾ ക്ലാസ്സിലുണ്ടായിരുന്നു. ആ കുട്ടികളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടാണ് അവൻ തോക്കും കൊണ്ട് സ്കൂളിലേക്ക് എത്തിയതും. അങ്ങനെ സ്കൂളിൽ ആകെ പ്രശ്നം. ഈ ഒരു കാര്യം NIA ഉദ്യോഗസ്ഥർ അറിയുകയാണ്. ഉദ്യോഗസ്ഥർ നേരെ സ്കൂളിലേക്ക് ചെല്ലും. അവർക്കൊപ്പം നമ്മുടെ നായകനായിട്ടുള്ള രഘുവും ഉണ്ടായിരുന്നു. എന്നാൽ ഉദ്യോഗസ്ഥർ എത്ര തടയാൻ നോക്കിയിട്ടും കുട്ടിയുടെ കയ്യിൽ നിന്നും തോക്ക് വാങ്ങാനേ പറ്റുന്നില്ല. ഉടനെ തന്നെ രഘു ആണെങ്കിലും നേരെ മുകളിലത്തെ ക്ലാസ്സിലേക്ക് കയറി ചെല്ലും. അവിടെയാണ് ആ കുട്ടി തോക്കും കൊണ്ട് നിൽക്കുന്നതും. രഘു ഉടനെ തന്നെ കുട്ടിയോട് പറയുന്നുണ്ട്, എടാ അത് വെറും കളിത്തോക്ക, നീ ആ ഗണ്ണ് താഴെ ഇടെന്ന് പറയുന്നു. എന്നാൽ ആ പയ്യൻ കേൾക്കുന്നില്ല. ഉടനെ തന്നെ രഘു മറ്റൊരു കാര്യം പറയും, എങ്കിലൊരു കാര്യം ചെയ്, നീ എന്നെ ഷൂട്ട് ചെയ്യുന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി ആ പയ്യനാണെങ്കിലും രഘുവിന് നേരെ ഷൂട്ട് ചെയ്യുന്നു. 2 ബുള്ളറ്റ് തന്റെ ദേഹത്ത് തറച്ച് രഘു ബോധം കെട്ട് വീഴുകയാണ്. ബോധം കെട്ട് വീഴുന്ന സമയത്തും തന്റെ കാമുകിയെ മാലതിയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടാണ് അവൻ ബോധം കെട്ട് വീഴുന്നതും. അതേസമയം തന്നെ NIA ഉദ്യോഗസ്ഥർ ക്ലാസ്സിലേക്ക് കയറി വന്ന് ആ കുട്ടിയുടെ കയ്യിൽ നിന്നും തോക്കൊക്കെ പിടിച്ചു വാങ്ങുന്നു. ഇവൻ എന്താ വട്ടാണോ എന്നാണ് മറ്റുദ്യോഗസ്ഥരൊക്കെ ചിന്തിക്കുന്നത്. അവരെല്ലാവരും ഉദ്ദേശിച്ചത് ശരി തന്നെയാ. രഘുവിന് ചെറിയ മെന്റൽ പ്രോബ്ലം ഉണ്ട്. 10-14 വർഷം മെന്റൽ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. അങ്ങനെ ഏകദേശം അവൻ ഓക്കെ ആയതിനു ശേഷം പുറത്തിറങ്ങി ഇപ്പോൾ ദേ വണ്ടിയുടെ ഷോറൂമിലാണ് വർക്ക് ചെയ്യുന്നതും. ഇടയ്ക്കിടയ്ക്ക് കൗൺസിലിങ്ങിനൊക്കെ വേണ്ടിയിട്ട് അവൻ ഹോസ്പിറ്റലിലേക്ക് പോകാറുമുണ്ട്. അതേ ഹോസ്പിറ്റലിൽ വെച്ചാണ് നമ്മുടെ കഥാനായികയെ മാലതിയെ പരിചയപ്പെടുന്നതും. അവൾ അവിടുത്തെ ഡോക്ടറായിരുന്നു. രണ്ടുപേരും തമ്മിൽ നല്ല പരിചയമാവുകയും അവസാനം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നേരെ പ്രണയത്തിലേക്ക് പോവുകയും ചെയ്തു. ഇവരുടെ രണ്ടുപേരുടെയും പ്രണയം നന്നായിട്ട് മുന്നോട്ട് പോകുന്ന സമയം ഒരിക്കൽ മാലതിയെ കാണുന്നതിന് വേണ്ടിയിട്ട് രഘു ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് എത്തി. അവിടെയാണെങ്കിലോ ബസ് ആക്സിഡന്റ് ആയി കുറെ പേരെ ഹോസ്പിറ്റലിലേക്ക് രക്തം വാർന്ന അവസ്ഥയിൽ കൊണ്ടുവരുന്നുണ്ട്. അത് കാണുന്ന രഘുവിനാണെങ്കിലോ എന്തോ പോലെ തോന്നുന്നു. രക്തം വാർന്ന് ഒരു വയസ്സായ ആളിനെ വീൽ ചെയറിലെത്തി കൊണ്ടുവരുന്ന സമയത്ത് മാമാ മാമാ എന്ന് വിളിച്ചുകൊണ്ട് അയാളുടെ പിന്നാലെ പോവുകയാണ് രഘു. മാത്രവുമല്ല ഓരോരുത്തരെയും കൊണ്ടുവരുന്ന സമയത്ത് തന്റെ ബന്ധുക്കളാണതെന്നൊക്കെ പറഞ്ഞ് അത്തയെന്നും മാമനെന്നും ഒക്കെ വിളിച്ച് ഓരോരുത്തരെയും ICUവിലേക്കൊക്കെ അവൻ കൊണ്ടുപോകുന്നു. അത് കാണുന്ന മാലതിക്കും എന്താണ് അവൻ ഇങ്ങനെയെന്നൊക്കെ മനസ്സിലാകുന്നതേയില്ല. സത്യത്തിൽ എന്താണ് അവന് സംഭവിച്ചതെന്നാൽ കുട്ടിക്കാലത്ത് രഘുവും തന്റെ ഫാമിലിയിലുള്ളവരെല്ലാവരും ചേർന്ന് ഒരു ട്രിപ്പിന് പോയിരുന്നു. അങ്ങനെ എല്ലാവരും വഴിയിൽ ചായ കുടിക്കുവാനായിട്ട് ആ ഒരു ബസ് നിർത്തി. രഘുവാണ് അവസാന ബസ്സിൽ കയറുവാനായി വന്നതും. രഘു കയറുന്നതിന് മുൻപ് തന്നെ ചായ കുടിച്ച് എല്ലാവരും ബസ്സിൽ കയറിയ സമയത്ത് തന്നെ അവിടെയുണ്ടായിരുന്ന ട്രാൻസ്ഫോമർ ചരിഞ്ഞ് ബസ്സിന് മുകളിലേക്ക് വീണ് ബസ്സിലുണ്ടായിരുന്ന എല്ലാവരും തീ പിടിച്ച് മരണപ്പെട്ടു പോയി. ആരും തന്നെ അവരെ രക്ഷിക്കുവാനായി എത്താത്ത
ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും അവിടെ കിടന്ന് മരിച്ചുപോയി. ആകെ രക്ഷപ്പെട്ടത് രഘു മാത്രമാണ്. രഘുവിന്റെ കൺമുന്നിൽ വെച്ച് അത്തരമൊരു സംഭവം നടന്നതിൽ പിന്നെ രഘുവിന്റെ മാനസിക നില തന്നെ തെറ്റിയെന്ന് പറയാം. മാത്രമല്ല, ആർക്ക് എന്ത് ആപത്ത് സംഭവിച്ചാലും അതിലെല്ലാത്തിലും രഘു ഇടപെടും. ആരപകടം പറ്റി വന്നാലും അത് തന്റെ വീട്ടുകാരാണെന്ന് ചിന്തിച്ച് അവരെ ആ ഒരു വിധമാണ് ഹോസ്പിറ്റലിലേക്ക് അവൻ കൊണ്ടുവരുന്നതും. അതുകൊണ്ട് തന്നെ തെറ്റെവിടെ സംഭവിക്കുന്നോ അവിടെയെല്ലാം അവൻ എത്തി പ്രതികരിക്കാറുമുള്ളത് പതിവായിരുന്നു. ഈ ഒരു പ്രശ്നത്തിന് വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റലിൽ അവൻ ട്രീറ്റ്മെന്റിനായി എത്തുന്നതും. ഏതെങ്കിലും ഒരു ദിവസം അവൻ കഴിക്കുന്ന ടാബ്ലറ്റ് നിർത്തി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവൻ മൃഗങ്ങളെ പോലെയാകും എന്നുള്ള കാര്യം ആ ഒരു ഹോസ്പിറ്റലിൽ തന്നെയുള്ള ഡോക്ടറാണെങ്കിൽ മാലതിയോട് പറഞ്ഞു കൊടുക്കുന്നു. ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടിട്ട് മാലതിക്ക് രഘുവിനോടുള്ള സ്നേഹം കുറച്ചുകൂടി കൂടുകയാണ് ചെയ്തത്. കാരണം മാലതിയുടെ ജീവിതത്തിലും ഇതുപോലെ തന്നെ ചെറിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്. എന്തെന്നാൽ വിദേശത്തുള്ള തന്റെ സഹോദരനെ കാണുവാൻ വേണ്ടിയിട്ട് അച്ഛൻ അവിടേക്ക് പോയിരുന്നു. രണ്ടുപേരും ചേർന്ന് ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം അവിടെ വെച്ചൊരു പയ്യനുമായിട്ട് ചെറിയ തർക്കമുണ്ടായി. എന്നാൽ ആ പയ്യനാണെങ്കിലോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് തന്റെ കൈവശമുണ്ടായിരുന്ന ഗണ്ണെടുത്ത് മാലതിയുടെ അച്ഛനെ വെടിവെച്ച് കൊന്നുകളയുകയാണ് ചെയ്തതും. ആരെങ്കിലും അതിനെ തടുത്തു നിർത്തിയിരുന്നെങ്കിൽ തന്റെ അച്ഛൻ ഉറപ്പായിട്ടും ജീവനോടെ ഉണ്ടാകുമായിരുന്നു എന്നുള്ള ചിന്ത മാലതിയുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ തന്റെ കൺമുന്നിൽ എന്ത് അന്യായം നടന്നാലും അതിനെ ചോദ്യം ചെയ്യുന്ന രഘുവിന്റെ സ്വഭാവമാണ് മാലതിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായതും. രഘുവിനോടുള്ള മാലതിയുടെ പ്രണയം കൂടി വന്നുകൊണ്ടേയിരുന്നു. രഘുവിനും ആ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. രഘു അനാഥനാണെന്നും അവൻ ആരുമില്ലെന്നും അവന്റെ പ്രശ്നങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടും മാലതി കൂടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ രഘുവിന് ഉള്ളതിനേക്കാൾ കൂടുതൽ സ്നേഹം അവളോട് കൂടുന്നു. ഇത്രയും ജീവനതുല്യം പ്രണയിച്ചിരുന്ന രണ്ടുപേർ എങ്ങനെ പിരിഞ്ഞെന്നുള്ളതിന് ഒരു കാരണമുണ്ട്. എന്തെന്നാൽ മാലതിയെ പ്രണയിച്ചതിന് ശേഷം രഘുവിന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ടാകുവാനായി തുടങ്ങി. തന്റെ കൺമുന്നിൽ അന്യായം എന്ത് നടന്നാലും അതിനെ ചോദ്യം ചെയ്യുന്ന രഘു മാലതിയുമായിട്ട് പ്രണയത്തിലായതിനു ശേഷം അതൊന്നും അവൻ മൈൻഡ് ചെയ്തേയില്ല. ഒരിക്കൽ അവന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ഒരുത്തനാണെങ്കിൽ ആസിഡ് ഒഴിക്കും. അത് കണ്ടിട്ടും ഒന്നും പ്രതികരിക്കാതിരിക്കുകയായിരുന്നു രഘു. അത് കാണുന്ന മാലതിക്ക് വല്ലാതെ ദേഷ്യം വരും. അവൾ ഈ ഒരു കാര്യം ഡോക്ടറിനോട് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നത് രഘു ആണെങ്കിൽ മാലതിയെ പ്രണയിച്ചതിന് ശേഷം അവന്റെ ഫുൾ ഫാമിലിയെ മാലതിയിലാണ് കാണുന്നതും. അതുകൊണ്ട് തന്നെ എല്ലാവരും തന്റെ കൂടെയുണ്ടെന്ന് അവന്റെ മനസ്സ് വിശ്വസിച്ചു. അപ്പോൾ എല്ലാവരും കൂടെയുണ്ടെങ്കിൽ പിന്നെ താൻ എന്തിനങ്ങനെയൊക്കെ പ്രതികരിക്കണം എന്നുള്ള ചിന്ത അവനുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് അവൻ അങ്ങനെയൊന്നും പ്രതികരിക്കാത്തത്. ഇപ്പോൾ മാലതിയുടെ സ്നേഹത്തിന് വട്ടം ചുറ്റിയാണ് രഘു നടക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കിയ മാലതിയാണെങ്കിലോ തന്നെ കാരണമാണല്ലോ രഘുവിന്റെ സ്വഭാവത്തിൽ ഇത്രയും മാറ്റം വന്നത് എന്ന് ചിന്തിച്ച് അവനുമായിട്ട് ഗ്യാപ്പിടുവാനായും തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം കൊണ്ട് തന്നെ അവൾ വാട്സപ്പ് വഴി അവനോട് ബ്രേക്കപ്പ് പറയുകയാണ്. നേരിൽ കാണുവാൻ പോലും കൂട്ടാക്കിയില്ല. അവനെ എല്ലാത്തിൽ നിന്നും ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു. മാലതി എന്തിനാണ് തന്നെ ബ്രേക്കപ്പ് ചെയ്തെന്നറിയാതെ രഘുവിന്റെ സമനില വീണ്ടും തെറ്റി. അങ്ങനെയാണ് അവൻ മരിക്കണമെന്ന് പറഞ്ഞ് നടന്നതും ദേ ഇപ്പോൾ എന്നയുടെ കയ്യിൽ വന്ന് പെട്ടിരിക്കുന്നതും. ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് രഘുവിനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി ആ ഒരു ഗ്യാസ് ഫാക്ടറിയിലെ ഗോഡൌണിലേക്ക് പറഞ്ഞു വിടുകയാണ്. പോകുന്നതിന് മുൻപായിട്ട് രഘു ഉദ്യോഗസ്ഥരോടൊരു കാര്യം പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ എൻ്റെ ഗേൾഫ്രണ്ടിനോട് പറയണം, ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നതെന്നും താൻ ഇത്രയ്ക്കും ഒരു ത്യാഗം ചെയ്ത കാര്യം അവളെ അറിയിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് അവൻ അകത്തേക്ക് കയറി പോകുന്നതും. എന്തായാലും അവൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ ഉറപ്പായിട്ടും ജീവനോട് വരില്ല എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ സാധാരണ തൊഴിലാളികളെ പോലെ തന്നെ യൂണിഫോമും ഐഡന്റിറ്റി കാർഡും ഒക്കെ ധരിച്ച് രഘു ആണെങ്കിൽ ആ ഒരു ഫാക്ടറിയിലേക്ക് കയറി പോകുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും ഗ്യാസിന് ലീക്ക് ഉണ്ടാക്കി ആ ഒരു ഫാക്ടറി മുഴുവൻ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള NIA ഉദ്യോഗസ്ഥർ പറഞ്ഞു കൊടുത്ത എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് റെഡിയായി അവൻ ഒരു സ്ഥലത്ത് തന്നെ ഒളിച്ചിരിക്കുകയായിരുന്നു. എല്ലാ വർക്കേഴ്സും ജോലി കഴിഞ്ഞ് പുറത്തു പോയപ്പോഴും രഘു മാത്രം പുറത്തു പോയില്ലല്ലോ. അവൻ അവിടെ ഒളിച്ചിരിക്കുകയായിരുന്നു. അതേസമയം വില്ലനായിട്ടുള്ള വിരാട് ആണെങ്കിലോ കുടിച്ച് ബോധം കെട്ടിരിക്കുകയാണ്. എന്നാൽ ചിരാഗ് ആണെങ്കിലോ സിൻഡിക്കേറ്റ് മെമ്പേഴ്സുമായിട്ട് മീറ്റിങ്ങിന് പോയ സമയം. ബാക്കിയുള്ള കൂട്ടാളികൾ എല്ലാവരും കൂടി കടത്തുവാൻ വേണ്ടിയിട്ടുള്ള തോക്കെല്ലാം പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയമായിരുന്നു. അപ്പോഴാണ് വർക്കേഴ്സിൽ ഒരാൾ പുറത്തു പോയിട്ടില്ല എന്നുള്ളൊരു കാര്യം അവർക്ക് മനസ്സിലാകുന്നതും. ഒരാളുടെ ഐഡന്റിറ്റി കാർഡ് മാത്രം സ്കാൻ ചെയ്തിട്ടില്ല. അത് ആരുടേതെന്ന് അവർ അന്വേഷിക്കുന്നു. സത്യത്തിൽ അത് രഘുവിൻ്റെതായിരുന്നു. രഘു ആണെങ്കിലോ കൃത്യസമയത്ത് ബ്ലാസ്റ്റ് ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് റെഡിയായിരിക്കുകയായിരുന്നു. അത് മനസ്സിലാക്കിയ കൂട്ടാളികൾ ഫാക്ടറിയിൽ ആരോ ഒളിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം വിരാട്ടിനെ അറിയിക്കും. അങ്ങനെ വിരാട്ടും കൂട്ടാളികളും ചേർന്ന് ആ ആളിന് വേണ്ടിയിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചു. വിരാട്ടാണെങ്കിലോ കുടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലാണ് ഇരിക്കുന്നതും. അവസാനം രഘുവിനെ കൈയോട് പിടികൂടുകയാണ്. എന്നാൽ രഘു ആണെങ്കിലോ എല്ലാവരെയും തല്ലി പഞ്ഞിക്കിടും. എന്നാൽ ഇതിനു മുൻപ് ഫാക്ടറിയിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വിരാട്ടും കൂട്ടാളികളും ചേർന്ന് തോക്കെല്ലാം കണ്ടെയ്നറിലാക്കി അവിടെ നിന്ന് മാറ്റിയിരുന്നു. ദേ ഇപ്പോൾ വിരാട്ടാണെങ്കിലോ രഘുവിന് മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. പക്ഷേ കുടിച്ച് ബോധമില്ലാത്തത് കൊണ്ട് തന്നെ വിരാട്ടിന് രഘുവിന്റെ മുഖം കൃത്യം
കൃത്യമായി മനസ്സിലാക്കാനും പറ്റുന്നില്ല. എന്നാൽ രഘു വിരാട്ടിന്റെ തലക്കിട്ട് 2 കൊട്ടു കൊടുത്തിട്ട് അവനെ അവിടെ പിടിച്ച് കെട്ടിയിടുകയാണ്. കുടിച്ച് ബോധമില്ലാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ വിരാട് ആണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിലുമായിരുന്നു. അതേസമയം തന്നെ വിരാട്ടിന്റെ കൂട്ടാളികളോട് പറയുന്നുണ്ട്, ഇനി ഇവിടെ നിന്നാൽ നിങ്ങളുടെ ജീവൻ ആപത്താ, ഞാൻ ഇവിടെ അത്രയും കൊളുത്തുമെന്നും അവൻ പറഞ്ഞിട്ട് തീപ്പെട്ടി ഉരയ്ക്കുവാനായും പോകും. അത് കാണുന്ന ബാക്കിയുള്ള കൂട്ടാളികളാണെങ്കിലോ അവിടെ നിന്നും ഇറങ്ങി ഓടുകയാണ് ചെയ്യുന്നത്. എന്നാൽ വിരാട് ആണെങ്കിൽ കുടിച്ച് ബോധമില്ലാതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എങ്ങോട്ടും എഴുന്നേറ്റ് പോകുന്നതേയില്ല. അത് മനസ്സിലാക്കിയ രഘു പ്രേംനാഥിനെ വിളിച്ചിട്ട് ഇയാൾ ഇവിടെ നിന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് വിരാടിന്റെ ഫോട്ടോയും അയച്ചു കൊടുക്കും. വിരാടിന്റെ ഫോട്ടോ കണ്ടതും പ്രേംനാഥ് ഞെട്ടിപ്പോകുന്നു. ഇവനിനി ജീവനോടെ വെച്ചേക്കരുത്, അവനെ കൊന്നുകളയുവാനായിട്ടും രഘുവിനോട് പറയും. എന്നാൽ രഘു അത് ചെയ്യത്തില്ല. അവൻ ആരെയും കൊല്ലുവാനുള്ള മനസ്സൊന്നുമില്ല. അതുകൊണ്ട് തന്നെ താൻ കൊല്ലത്തില്ല എന്നുള്ള വാശിയിൽ തന്നെ നിൽക്കും. അതേസമയം തന്നെയായിരുന്നു രഘുവിന്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നതും. വേറെ ആരോ ആണെന്ന് കരുതി NIA ഉദ്യോഗസ്ഥന്റെ കോളും കട്ട് ചെയ്തിട്ട് രഘു കോൾ എടുക്കുകയാണ്. അത് മറ്റാരുമല്ല, ചിരാഗായിരുന്നു. ചിരാഗാണെങ്കിൽ വിരാടിനെ വെറുതെ വിടണം എന്നൊക്കെയുള്ള രീതിയിൽ രഘുവിനോട് സംസാരിക്കും. എന്നാൽ രഘു ആണെങ്കിലും താൻ ഇവിടമാകെ കൊളുത്തും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നതും. ഇനി കൊളുത്തിട്ടും കാര്യമില്ല, കാരണം തോക്കെല്ലാം അവരവിടെ നിന്ന് മാറ്റിയിരുന്നല്ലോ. ആ ഒരു കാര്യം രഘുവിന് അറിയത്തേയില്ല. വിരാട്ടിനെ ഒന്നും ചെയ്യരുതെന്ന് ചിരാഗ് രഘുവിനോട് പറയുന്നു. അതേസമയം തന്നെയായിരുന്നു NIA ഉദ്യോഗസ്ഥരുടെ ഓഫീസിലേക്ക് മാലതി എത്തുന്നതും. പോകുന്നതിന് മുൻപ് രഘു പറഞ്ഞല്ലോ തന്റെ ഗേൾഫ്രണ്ടിനോട് തന്റെ കാര്യങ്ങളൊക്കെ പറയണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് അവരവളെ വിളിച്ചു വരുത്തിയിരിക്കുന്നതും. മാലതിയോട് അവൻ ആത്മഹത്യ ചെയ്യാൻ നടന്ന കാര്യങ്ങളും ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയും. അത് കേട്ട് മാലതിക്ക് വല്ലാതെ സങ്കടം വരുന്നു. എന്നാൽ ഈ വിരാടിനെ കൊല്ലുവാനായിട്ട് രഘു തയ്യാറാകുന്നില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ മാലതിയെ കൊണ്ട് രഘുവിനോട് പറയിക്കും അവനെ കൊന്നുകളയണമെന്ന്. അതേസമയം തന്നെ ചിരാഗും പറയുന്നുണ്ട് വിരാട്ടിനെ കൊല്ലരുതെന്ന്. ആര് പറയുന്നത് താൻ കേൾക്കുമെന്നുള്ള കൺഫ്യൂഷനിലായി ഒടുവിൽ രഘുവിന്. അതേസമയം തന്നെയായിരുന്നു ചിരാഗ് പറയുന്നത്, വിരാട്ടിനെ നീ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നിന്റെ ഗേൾഫ്രണ്ടിനെ പോലും ഞാൻ വെറുതെ വിടില്ലെന്ന്. അത് കേട്ടതും രഘുവിന് സഹിക്കൂ ഇല്ല. നീ ധൈര്യമുണ്ടെങ്കിൽ അവളെ നീ തൊട്ടു നോക്ക് എന്ന് പറഞ്ഞിട്ട് വിരാട്ടിനെ വെടിവെച്ച് കൊന്നുകളയും. വിരാട് മരിച്ചതറിഞ്ഞ് ചിരാഗിന് സഹിച്ചില്ല. രണ്ടുപേരെയും കൊന്നുകളയുമെന്നും അവൻ വെല്ലുവിളിക്കും. എന്നാൽ ഇതറിയുന്ന NIA ഉദ്യോഗസ്ഥരാണെങ്കിലോ അവരെ സേവ് ചെയ്യുവാനും തീരുമാനിക്കുന്നു. അപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. എന്തെന്നാൽ യഥാർത്ഥത്തിൽ വിരാട് മരിച്ചിട്ടില്ല. രഘു അന്നത്തെ ദേഷ്യത്തിന് വെടിവെച്ചത് കൊണ്ട് തന്നെ അവന്റെ ഷോൾഡറിലൊക്കെയാണ് വെടികൊണ്ടതും. അതുകൊണ്ട് തന്നെയായിരുന്നു വിരാട് മരിക്കാതിരുന്നതും. വിരാട് മരിക്കാത്തത് കൊണ്ട് തന്നെ വിരാട്ടിനെ രഘു രക്ഷിച്ചു കൊണ്ടുവന്ന് NIA ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കും. അവർ വിരാട്ടിന് ട്രീറ്റ്മെന്റും കൊടുത്ത് അവനെ അവരുടെ തടങ്കലിൽ തന്നെ വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇതൊന്നും ചിരാഗിന് അറിയത്തില്ല. ചിരാഗിന് വല്ലാത്ത ദേഷ്യം. എങ്ങനെയെങ്കിലും മാലതിയെയും രഘുവിനെയും കണ്ടെത്തി കൊന്നുകളയണമെന്ന ദേഷ്യമായി. രഘുവിനെയും മാലതിയെയും NIA ഉദ്യോഗസ്ഥരുടെ ഓഫീസിൽ കൊണ്ടുവന്നിരുത്തിയിരിക്കുകയാണ്. പക്ഷേ രഘുവിന്റെ ടാബ്ലറ്റ് ആണെങ്കിലോ NIA ഉദ്യോഗസ്ഥരുടെ സീക്രട്ട് ഹോമിലുമായിരുന്നു. ഈ ഒരു ടാബ്ലറ്റ് എല്ലാ ദിവസവും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ രഘുവിന്റെ സമനില തെറ്റുമെന്ന് ഉറപ്പാണല്ലോ. അതുകൊണ്ട് തന്നെ താൻ പോയി ടാബ്ലറ്റ് എടുത്തുകൊണ്ട് വരാമെന്നും മാലതി പറയും. മാലതിയെ ഒറ്റയ്ക്ക് വിടുന്നതിന് രഘുവിന് ഒട്ടും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ രഘു തന്നെയാണ് ടാബ്ലറ്റ് എടുക്കുവാനായിട്ട് സീക്രട്ട് ഹൗസിലേക്ക് പോകുന്നതും. അവിടെ എത്തുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു. ഇവിടെ എന്താ ആരുമില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നത്, നേരത്തെ ഇവിടെ ഒരു കോള് വന്നിരുന്നു, NIA ഉദ്യോഗസ്ഥരുടെ ഓഫീസിൽ ആരുടെയോ ആക്രമണം ഉണ്ടാകുമെന്ന്. അതുകൊണ്ട് അവരെല്ലാവരും അവിടേക്ക് പോയിരിക്കുകയാണെന്നും രഘുവിനോട് പറയും. യഥാർത്ഥത്തിൽ ഈ ഒരു വില്ലൻ ചിരാഗിന്റെ ഗ്യാങ്ങിലില്ലേ, ഇവരുടെയൊക്കെ ഒരു സ്പൈ ഉണ്ടല്ലോ. ആ സ്പൈ ആണ് അവരെന്താണ് അടുത്തത് ചെയ്യാൻ പോകുന്നെന്നുള്ള കാര്യം NIA ഉദ്യോഗസ്ഥരെ അറിയിച്ചതും. കൂടാതെ NIA ഉദ്യോഗസ്ഥരുടെ ഒരു സ്പൈ ചിരാഗിന്റെയൊക്കെ ഗ്യാങ്ങിൽ ഉള്ളതുപോലെ തന്നെ അവരുടെയൊക്കെ ഒരു സ്പൈ NIA ഉദ്യോഗസ്ഥരുടെ ഗ്യാങ്ങിലുമുണ്ട്. അതുകൊണ്ട് തന്നെ രഘുവും മാലതിയും എവിടെയുണ്ട് എന്നുള്ള കാര്യമെല്ലാം ചിരാഗിനെ അറിയിച്ചതും ആ ഒരു സ്പൈ തന്നെയാണ്. തന്റെ മാലതിക്ക് എന്തോ അപകടം വരാൻ പോകുന്നു എന്നുള്ള കാര്യം രഘുവിന് മനസ്സിലായി. രഘുവിനാണെങ്കിലോ ആകെ ടെൻഷനാകും. ഉടനെ തന്നെ അവനാണെങ്കിൽ ചിരാഗിനെ ഫോൺ വിളിക്കുകയാണ്. അതേസമയം തന്നെ ചിരാഗും കൂട്ടരും NIA ഉദ്യോഗസ്ഥരുടെ ഓഫീസ് ആക്രമിച്ചിരുന്നു. അവിടെ ബോംബിട്ട് തകർക്കുവാനാണ് അവരുടെ പ്ലാൻ. അതേസമയം തന്നെ ഉദ്യോഗസ്ഥർ എല്ലാവരും അവിടെ എത്തുകയാണ്. പ്രേംനാഥിന്റെ മകനും ഉണ്ടായിരുന്നു. എല്ലാവരും ചേർന്ന് എങ്ങനെയെങ്കിലും മാലതിയെ രക്ഷിക്കുവാനായി നോക്കും. പക്ഷേ നടക്കത്തില്ല. അതിനു മുൻപായിട്ട് അവിടെയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ എല്ലാവരെയും അടിച്ച് അവശരാക്കുകയാണ് ചിരാഗും കൂട്ടരും. അതേസമയം തന്നെ പ്രേംനാഥിന്റെ മകൻ മാലതിയെ രക്ഷിക്കുവാനായിട്ട് ഒരുപാട് ശ്രമിക്കും. അവൻ അവരെയൊക്കെ നേരിടുന്ന സമയത്ത് ചിരാഗ് വന്നിട്ട് പ്രേംനാഥിന്റെ മകനെ വെടിവെച്ച് കൊന്നുകളയുന്നു. അവനും മരണപ്പെട്ടു പോവുകയാണ്. അവസാനം മാലതി അവരുടെ കയ്യിൽപ്പെട്ടു. മാലതിയെ കൊല്ലുവാനായിട്ട് തോക്കെടുക്കുന്ന സമയമായിരുന്നു രഘു ചിരാഗിനെ വിളിക്കുന്നതും. അവളെ ഒന്നും ചെയ്യരുത് എന്ന് പറഞ്ഞ് ഒരുപാട് അവൻ കെഞ്ചുന്നു. അത് കേട്ട് ചിരാഗ് ചോദിക്കുന്നത്, ഞാനും വിരാട്ടിനെ കൊല്ലരുതെന്ന് പറഞ്ഞ് നിന്റെ അടുത്ത് ഒരുപാട് കെഞ്ചിയില്ലേ, എന്നിട്ട് നീ കേട്ടില്ലല്ലോ. അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞ് മാലതിയെ കൊല്ലുവാനായിട്ട് ഒരുങ്ങുന്ന സമയം തന്നെയായിരുന്നു നിന്റെ കൂട്ടാളിയായിട്ടുള്ള വിരാട്
വിരാട് ജീവനോടെയുണ്ട്, ദേ നീ കണ്ടു എന്ന് പറഞ്ഞ് വീഡിയോ കോൾ വിളിച്ച് വിരാട് ജീവനോടെ ഉള്ളത് അവന് കാണിച്ചു കൊടുക്കുന്നു. അതോടുകൂടി ചിരാഗിന് വിശ്വാസമായി. എപ്പോൾ നീ വിരാടിനെ ഞങ്ങളുടെ കൈവശം ഏൽപ്പിക്കുന്നോ അപ്പോൾ നിന്റെ ഗേൾഫ്രണ്ടിനെ വിട്ടുതരാമെന്ന് പറഞ്ഞിട്ട് മാലതി അവർ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകും. മാലതി ചിരാഗ് കടത്തിക്കൊണ്ട് പോയത് കൊണ്ട് രഘുവിന് വല്ലാതെ ദേഷ്യം വരും. മാത്രവുമല്ല മാലതിയുള്ള സ്ഥലം എങ്ങനെ അവർ അറിഞ്ഞു എന്നുള്ളൊരു സംശയവും രഘുവിനുണ്ടാകും. NIA ഓഫീസർമാർക്കിടയ്ക്ക് ചിരാഗിന് വല്ല സ്പൈയുമുണ്ടോ എന്ന സംശയം അവൻ ഉറപ്പിച്ചു. ഉടനെ തന്നെ ഉദ്യോഗസ്ഥർക്ക് അടുത്തെത്തിയിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ചിരാഗിനൊരു സ്പൈ ഉണ്ട്, അത് ദേ ഈ ആളാണെന്ന് പറഞ്ഞിട്ട് രഘു ഒരാളെ ചൂണ്ടിക്കാണിക്കും. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, എടാ പോടാ, നിനക്ക് പകരം ഞാനാ അവിടേക്ക് പോകാനായിട്ടിരുന്നത്, അങ്ങനെയുള്ള ഞാനാണോ സ്പൈ ആകുന്നത് എന്ന് അയാൾ പറയുന്നു. അതേസമയം തന്നെ രഘു വീണ്ടും കണ്ണടച്ച് ഒന്നുകൂടി ചിന്തിക്കും. അയാളെ ചൂണ്ടിക്കാണിച്ച സമയത്ത് കൂടെ നിന്നൊരാളാണെങ്കിൽ പരുങ്ങുന്നുണ്ടായിരുന്നു. ദൈവമേ, ഞാൻ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ അയാളാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഉടനെ തന്നെ ആ ആളിനടുത്ത് ചെന്നിട്ട് നീയല്ലേ സ്പൈ എന്ന് പറഞ്ഞിട്ട് അയാളോട് ചോദിക്കുന്നു. അവസാനം അയാൾ അത് സമ്മതിക്കുകയും ചെയ്യും. അങ്ങനെ അയാളെ ഒരുപാട് അടിച്ചിട്ട് എവിടെയാണ് ചിരാഗും ഗ്യാങ്ങും ഉള്ളത് എന്നുള്ളൊരു ലൊക്കേഷനും കണ്ടെത്തുകയാണ്. അങ്ങനെ ഉദ്യോഗസ്ഥരും രഘുവും എല്ലാവരും അവിടേക്ക് പോകുന്നു. ചിരാഗും രഘുവും തമ്മിലൊക്കെ വലിയ ഫൈറ്റ് നടക്കുകയാണ്. എങ്ങനെയാണോ പ്രേംനാഥിന്റെ മകനെ വെടിവെച്ച് കൊന്നുകളഞ്ഞത് അതുപോലെ തന്നെ ചിരാഗിനെയും വെടിവെച്ച് കൊന്നുകളയും. പക്ഷേ അവിടെ മാലതി ഇല്ലായിരുന്നു. മാലതിയെ ചിരാഗിന്റെ കൂട്ടാളികൾ മറ്റൊരു സ്ഥലത്തേക്ക് കടത്തിക്കൊണ്ടുപോകും. എന്നാൽ മറ്റൊരു വശത്ത് വിരാടിനെ ഒരു സ്ഥലത്ത് കെട്ടിയിട്ടിരിക്കുകയാണല്ലോ. വിരാടിനിപ്പോൾ ബോധം വന്നിരിക്കുകയാണ്. ഒരുപാട് പേരെ ഒറ്റയ്ക്ക് ആക്രമിക്കാനുള്ള ശക്തിയോടുകൂടിയാണ് ഇപ്പോൾ വിരാട് നിൽക്കുന്നതും. അവിടെ ഉണ്ടായിരുന്ന ഓഫീസർമാരെ എല്ലാവരെയും വെടിവെച്ച് കൊന്നുകളഞ്ഞിട്ട് വിരാട് അവിടെ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ്. വിരാട് ഒരു സ്ഥലത്തേക്ക് എത്തുകയാണ്. വിരാട് എത്തുന്ന അതേ സ്ഥലത്ത് തന്നെയാണ് വിരാടിന്റെ കൂട്ടാളികൾ മാലതിയും കൂട്ടിക്കൊണ്ടുവരുന്നതും. മാലതിയെ കാണുന്ന സമയം തന്നെ അവർക്കൊപ്പം ഒരു സ്പൈ ഉണ്ടല്ലോ, NIA ഉദ്യോഗസ്ഥന്മാരുടെ. അയാൾ വന്നിട്ട് നേരെ അവൾക്കിട്ടൊരു അടി കൊടുത്തിട്ട് ഇവളാണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും പ്രശ്നം വഴിതിരിച്ചു വിടാനായി നോക്കും. എന്നാൽ അയാൾ സംസാരിക്കുന്നത് കേൾക്കുന്ന വിരാട്ടിനാണെങ്കിൽ അവൻ സ്പൈ ആണെന്ന് മനസ്സിലായി. ഉടനെ തന്നെ അവനെയും കൊന്നുകളയുകയാണ് ചെയ്യുന്നതും. എന്നാൽ അതേസമയം തന്നെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സിൽ ഒരാൾ വന്നിട്ട് ഇപ്പോൾ ഇതാണ് ഇവിടുത്തെ വലിയ പ്രശ്നം, തോക്കൊക്കെ സപ്ലൈ ചെയ്യുന്ന കാര്യം എന്തായെന്ന് അവരടുത്ത് ചോദിക്കുന്നു. എന്നാൽ വിരാട്ടാണെങ്കിൽ എങ്ങനെയെങ്കിലും രഘുവിനെ കൊന്നേ പറ്റൂ എന്നുള്ള വാശിയിൽ നിൽക്കുന്നു. അവനെ കൊല്ലണം, അത് തന്നെയല്ലേ, ഞാൻ അവന്റെ തല നിനക്ക് വെട്ടിക്കൊണ്ടു വരാമെന്ന് പറഞ്ഞിട്ട് രഘുവിന്റെ ഫോട്ടോയും വാങ്ങി സിൻഡിക്കേറ്റ് മെമ്പേഴ്സിൽ ഒരാൾ അവിടെ നിന്ന് പോകുന്നു. എന്നിട്ട് ആ ഒരു സിൻഡിക്കേറ്റ് മെമ്പേഴ്സിൽ ഒരാളാണെങ്കിൽ നേരെ രഘുവിന്റെ ഫോട്ടോ ഒരു ഗുണ്ടയ്ക്ക് അയച്ചു കൊടുക്കും. അവന്റെ തല വെട്ടിയെടുത്തുകൊണ്ട് വരാനാണ് പറയുന്നത്. അങ്ങനെ ഗുണ്ടയും ഗ്യാങ്ങും രഘു എവിടെയുണ്ടോ അവിടം കണ്ടെത്തി അങ്ങോട്ട് പോവുകയാണ്. രഘു ഗുളിക കഴിക്കാത്തത് കൊണ്ട് തന്നെ നല്ല വയലൻസിൽ നിൽക്കുന്ന സമയം. അതേ സമയത്തായിരുന്നു ഗുണ്ടകൾ രഘുവിനടുത്തേക്ക് വന്നതും. അങ്ങനെ രഘു അവരെ എല്ലാവരെയും പഞ്ഞിക്കിടുകയാണ്. സിൻഡിക്കേറ്റ് മെമ്പർ പറഞ്ഞിട്ടാണ് അവരെല്ലാവരും വന്നതെന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ രഘുവാണെങ്കിൽ സിൻഡിക്കേറ്റ് മെമ്പറിന്റെ അടുത്തേക്കും ചെല്ലുന്നു. എന്നിട്ട് അയാളെ മടിച്ച് നശിപ്പിക്കും. വിരാട് എവിടെയാണുള്ളതെന്ന് സിൻഡിക്കേറ്റ് മെമ്പർ വഴി മനസ്സിലാക്കിയ രഘു സിൻഡിക്കേറ്റ് മെമ്പറിന്റെ വണ്ടിയും എടുത്ത് അവിടേക്ക് പോവുകയാണ്. വിരാട് ഉള്ളത് ഒരു പോർട്ടിലായിരുന്നു. സിൻഡിക്കേറ്റ് മെമ്പറിന്റെ വണ്ടി കാണുന്നതും വിരാട് കരുതുന്നതോ രഘുവിന്റെ തലയുമായിട്ട് സിൻഡിക്കേറ്റ് മെമ്പർ എത്തുന്നതാണ്. എന്നാൽ അവിടെയാണ് വിരാടിന് തെറ്റിയത്. സത്യത്തിൽ സിൻഡിക്കേറ്റ് മെമ്പറിന്റെ തലയുമായിട്ടാണ് രഘു എത്തിയിരിക്കുന്നതും. എന്നിട്ട് രഘു ചോദിക്കുന്നുണ്ട്, നീ കണ്ടെയ്നറിന് വേണ്ടിയിട്ടല്ലടാ ഇത്രയും കാര്യങ്ങൾ ചെയ്തു കൂട്ടിയത് എന്ന് ചോദിച്ചിട്ട് ഉടനെ തന്നെ ആ ഒരു കണ്ടെയ്നർ എടുത്ത് കടലിൽ മുക്കുകയാണ്. അത് കാണുന്ന വിരാടിന് സഹിച്ചില്ല. രണ്ടുപേരും തമ്മിൽ വലിയൊരു ഫൈറ്റ് തന്നെ നടക്കും. ആ ഒരു ഫൈറ്റിനൊടുവിൽ വിരാട് ചോദിക്കുന്നുണ്ട്, നീ ഇവൾക്ക് വേണ്ടിയിട്ടല്ലേ നീ ഇത്രയും ചെയ്തത് എന്ന് ചോദിച്ചിട്ട് ഉടനെ തന്നെ മാലതിയെ വെടിവെച്ച് കൊല്ലുന്നു. രഘുവിനത് സഹിക്കാനായില്ല. രഘുവിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ദേഷ്യം വരുന്നു. അവൻ ഉടനെ തന്നെ വിരാട്ടുമായിട്ട് വലിയൊരു ഫൈറ്റ് തന്നെ നടത്തും. ഫൈറ്റിനൊടുവിൽ അവിടെ ഉണ്ടായിരുന്നൊരു കമ്പിയിൽ വിരാടിനെ കുത്തി കൊലപ്പെടുത്തുകയാണ് ചെയ്തതും. രഘു കരുതിയത് മാലതി മരിച്ചുപോയെന്ന്. അവളുടെ അടുത്തേക്ക് ഓടി വരുന്ന സമയത്ത് അവൾക്ക് ചെറിയ ജീവനുണ്ടായിരുന്നു. ഉടനെ തന്നെ രഘു മാലതിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നു. കൃത്യസമയത്ത് മാലതിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് കൊണ്ട് തന്നെ അവളെ രക്ഷിക്കാനായും പറ്റി. അങ്ങനെ ആ ഒരു സീൻ അവിടെ കട്ടായി. പിന്നീട് കാണിക്കുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ്. മാലതിയും രഘുവും ഇപ്പോൾ സന്തോഷത്തോടു കൂടിയാണ് ജീവിക്കുന്നതും. മാലതി അവനോടൊപ്പം ഉള്ളത് കൊണ്ട് തന്നെ രഘുവിന് ഇപ്പോൾ പഴയതുപോലെ തന്നെ അസുഖമൊന്നുമില്ല. രണ്ടുപേരും ഹാപ്പിയായി ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.